ഹലോ, അസ്സലാമു അലൈക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ മുജാഹിദ് ബാലുശ്ശേരി ഇവിടെ പറഞ്ഞ് വിട്ട ഷിർക്കും കുഫറും സുന്നികളെ ആരോപിച്ചുകൊണ്ട് അബൂജഹലിനെക്കാളും ഫിർഔനെക്കാളും വലിയ മുശ്രിക്കാണ് സമസ്തക്കാർ എന്ന് പറഞ്ഞതിനെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് മുജാഹിദ് പ്രസ്ഥാനം ഒന്നടങ്കം വന്നിരിക്കുക. എന്നാലും മുസ്ലിമീങ്ങളാണെന്ന് സമ്മതിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ചില വാക്യങ്ങൾ ചില ആളുകളിൽ നിന്ന് വന്നു പോയതൊക്കെ സമസ്തയുടെ മേലും സുന്നിയുടെ മേലും വെച്ച് കിട്ടിയിട്ട് നിങ്ങൾ മുശ്രിക്കീങ്ങൾ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി വെളുപ്പുണ്ടായിട്ടൊക്കെ ഇറ്റങ്ങളൊക്കെ ഈ ഇന്ത്യ രാജ്യത്ത് തന്നെയാണ് ജീവിക്കുന്നത്. എത്രയോ ആളുകളുണ്ട് ഇവിടെ, ഈ പല ഷിയാക്കളായിട്ടും നിരീശ്വരവാദികളായിട്ടും യുക്തിവാദികളായിട്ടൊക്കെ ഇവിടെ കഴിയുന്ന പല ആളുകളുമുണ്ട്. എന്നാൽ ഇവരൊന്നും ഇവരും ആയിട്ട് നേരിടാനോ ഇവരെ പറ്റിയൊന്നും പറയാനില്ല. ഇവർക്ക് ഇവിടെ പറയാനുള്ളത് മുഴുവനും ഇവിടെ കേരളത്തിൽ ഒരു സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ച സമസ്തക്കാരെ പറ്റിയും സുന്നികളെ പറ്റിയാണ് പറയാനുള്ളത്. ഇതിവർ പറയല്ലോ. കാരണം എന്താ വെച്ചാൽ ഇവരിവിടെ ഈ വഹാബി പ്രസ്ഥാനം ഇവിടെ രൂപീകരിച്ചത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും കൂട്ടരും എത്രയോ ആളുകളെ കൊന്നൊടുക്കിയിട്ട് കാണാനല്ലോ. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. ഇത് തന്നെയാണ്, ഈ വർഗീയത തന്നെയാണ് മുജാഹിദ് ബാലുശ്ശേരി ഇവിടെ വളമ്പുന്നത്. കാരണം എന്താണ്, മുജാഹിദ് ബാലുശ്ശേരിൻ്റെ തൊള്ളയിൽ കൂടെ വന്നത് ഒരു മനുഷ്യനോട് പറയാൻ പറ്റുന്ന കാര്യമാണോ? കുനൂത്ത് ഓതൽ, കൂട്ടുപ്രവർത്തനം നടത്തൽ ഇതിനായിട്ട് നല്ല വ്യഭിചരിക്കലാണെന്നാ. കുനൂത്ത് ഓതാതെ മുജാഹിദ് ബാലുശ്ശേരിയും കൂട്ടരും വ്യഭിചരിക്കാൻ പോയിക്കോട്ടെ. കാരണം ഇതിനെക്കാട്ടിലും നല്ല അതല്ലേ. ഉളുപ്പ് പച്ച ഈ ഒരു നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആദർശ വിശദീകരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിപാടി വെച്ചിട്ട് ആ കൂട്ടത്തിൽ ഈ പെങ്ങന്മാരും ഉമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ, ഐറ്റങ്ങളെ മൂത്തക്ക് നോക്കിയിട്ട് ഈ ബാലുശ്ശേരിനെ പോലത്തെ വർഗീയവാദികൾ പറയുന്നത് വ്യഭിചരിക്കുന്നത് പോലിനേക്കാൾ ഏറ്റവും വലിയത് കൂട്ടുപ്രവർത്തനയാകുന്ന വിധത്താണ്. എന്നതുപോലെ എന്താണ് കുനൂത്താവുന്ന വിധത്താണ്. എന്ത് പറ്റി ഇയാൾക്കൊക്കെ? ഇയാൾക്കൊരു മനുഷ്യനാണോ? ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത് തൊട്ട് തീന്തിയിട്ട് പോലുമില്ല. ഇത് ഇവൻ്റെ മാത്രം സ്വഭാവമല്ല. ഈ ഇവൻ്റെ മൻസൂറിൻ്റെ ഒക്കെ തൊള്ളിൽ കൂടെ എന്താ വരുന്നത്? ഷൈലി അബ്ദുള്ള മൗലവിൻ്റെ തൊള്ളിൽ കൂടെ എന്താ വന്നത്? എത്രത്തോളം ഉമ്മർ മൗലവി അറിയണേ വലിയൊരു നേതാവാണല്ലോ, സ്വർഗത്ത് പറ്റടിക്ക് കുതിച്ചേ. ഇയാളെ തൊള്ളിൽ കൂടെ എന്താ വന്നത്? എന്നിട്ട് ഓരോ കള്ളക്കഥയും മറ്റും പറഞ്ഞുകൊണ്ട് നിങ്ങളെ മുയ്യുദ്ദീൻമാലിയിലില്ലേ എന്തോ ഒരു ചങ്ങായി പറയണം, മുയ്യുദ്ദീൻമാലിയിലുണ്ട് അത്ര എന്ത് ഈ അസ്രായേൽ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ എന്താണ് റോ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ കൊട്ട തട്ടിപ്പറിച്ചത് കല്ലുന്നാണോ കല്ല് വെച്ചതാണോ? മുയ്യുദ്ദീൻമാല എല്ലാവരും എടുത്തുണ്ട്. കുപ്പിപ്പാട്ട് പക്ഷിപ്പാട്ട് പോലത്തെ ഈ ചില കഥകൾ കഥകൾ ഓരോരുത്തർ പാടിണ്ടാക്കിനെ അതിനോട് അനുയോജിച്ച് ഇവലെന്തോ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് എന്നിട്ട് സുന്നികളെ മേലെ സമസ്തക്കാരിലും വെച്ച് കിട്ടുക. ഒരു കുറച്ചൊരു ഇതിൽ ഇപ്പം അവർ പരസ്പരം മുശ്രിക്കാട്ടോ, ഇഷ്ടമല്ലാത്തവരൊക്കെ മുശ്രിക്കാന്ന് പോലും പറയുന്നത്. മുശ്രിക്കിൽ കുറച്ച് വേറൊന്നുമില്ല. ഒന്നും അടങ്ങി എന്നോട് ചെങ്ങന്മാരെങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ദീനിൻ്റെ ആൾക്കാരാണെന്ന് പറഞ്ഞെടുക്കുന്നുണ്ടല്ലോ. പൊതുജനങ്ങൾ